ഓൾറൈറ്റ്, നമ്മുടെ ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 20 വന്നിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമ്മൾ ഇത്ര നാളും ഡാവിഞ്ചിയിൽ തൊടുന്നില്ല എന്നുള്ള പരാതി ഇന്നത്തോടെ നമ്മൾ തീർക്കുകയാണ്. സോ നമ്മൾ ഡാവിഞ്ചിയിലോട്ട് പതുക്കെ കയറിയിട്ടുണ്ട്. ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള 2 കളർ ഗ്രേഡിംഗ് സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവും ബേസ് ലൈറ്റും. ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവ്. ഇത് ഇൻഡസ്ട്രല്ലാർ പോലുള്ളൊരു സിനിമകളൊക്കെ കളർ ഗ്രേഡിംഗ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സോ അതിന്റെ റേഞ്ച് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും ഇൻസ്പയർ ആവുന്നതുകൊണ്ടും ഒരു പുതിയ ഫീച്ചേഴ്സ് ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വിൻഡോസ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടിവെട്ട് ഫീച്ചർ ഡാവിഞ്ചി റിസോൾവ് 19.1.4 ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് 20 വന്നപ്പോഴത്തേക്കും നമുക്കത് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സോ അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. കാരണം എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് എന്നൊക്കെ പഠിക്കുന്നവർക്ക് ഈ ടൂൾസിനെ പറ്റിയൊക്കെ ധാരണ ഉണ്ടെങ്കിലാണ് നമുക്കതൊക്കെ മാക്സിമം പൊട്ടൻഷ്യലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. അപ്പോഴാണ് എനിക്കും എന്തെങ്കിലുമൊക്കെ മറുപടി പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലൈക്കൊക്കെ ഒന്ന് കൂട്ടി തരുമായിരുന്നെങ്കിൽ വീഡിയോസ് എല്ലാവരിലേക്ക് എത്തും, എനിക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പബ്ലിക് ബീറ്റയാണ്, സ്റ്റിൽ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് തന്നെ നമ്പാൻ പറ്റില്ല. ഞാനിത് വീഡിയോ ചെയ്യുന്നതിൻ്റെ ആവശ്യമായിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചറിലോട്ട് പോകാം. പ്രീമിയർ പ്രോ ഇത്രയും നാൾ ഒരു ഫീച്ചറിൻ്റെ അകത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു, ഭയങ്കര കൺട്രോൾ ആയിരുന്നു. സോ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല. പ്രീമിയർ പ്രോ യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുള്ളവർക്ക് മനസ്സിലാവും. കീ ഫ്രെയിം എന്നുണ്ട് പരിപാടി ഉണ്ട്. കീ ഫ്രെയിം, അതായത് കീ ഫ്രെയിം ഡാവിഞ്ചിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് വിയേഡായിട്ടാണ്. അത് എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഇതിനടി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പില്ലേ, ഇതിനടിയിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് പ്രീമിയറിൽ അങ്ങനെയല്ലായിരുന്നു. ഇങ്ങനത്തെ കൺട്രോൾ കിട്ടും എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീ ഫ്രെയിംസ് എന്ത് ചെയ്യാം, ഇൻസ്പെക്ടർ പാനലിൻ്റെ അകത്ത് നമുക്ക് നോക്കി ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ഭാഗത്ത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇവിടെ കൺട്രോൾ ഓപ്ഷൻ ഉണ്ട് ഡാവിഞ്ചിയിൽ. ബട്ട് നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഇങ്ങനത്തെ ഡോട്ട്സ് ഇടുന്നു, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഊഹം വെച്ചിട്ട് ചെയ്യുന്നു. അതൊരു എന്താ പറയുക, ഒരു സുഖമുള്ള കാര്യമായിരുന്നില്ല. ബട്ട് നമുക്ക് കീ ഫ്രെയിമിംഗ് ഒരു പ്രോപ്പർ പ്രീമിയർ പ്രോ ഇൻസ്പയർഡ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, ഇവിടെ ഒരു റീടൈം കർവ് എന്നിട്ട് പരിപാടി ഉണ്ടായിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തവരെ കാണായിരുന്നു. ഇപ്പോൾ കണ്ടോ, ആ സംഭവം ഇല്ലേ. ഇപ്പോൾ റീടൈം കൺട്രോൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് സംഭവം എടുത്ത് കളഞ്ഞു. സോ അതെവിടെ പോയി, അതൊന്ന് അപ്ഡേറ്റ് ചെയ്തവരെന്ത് ചെയ്തു, നേരെ ഇവിടെ കീ ഫ്രെയിംസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നോക്കി ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മളിവിടെ റീടൈം കർവിൽ ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും അവർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി കണ്ടില്ലേ, ട്രാൻസ്ഫോം, സൂം, XY പൊസിഷൻ കണ്ടില്ലേ, റീടൈം സ്പീഡ്, റീടൈം ഫ്രെയിം കണ്ടില്ലേ, എല്ലാം പ്രോപ്പർ സാധനങ്ങളോട് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രീമിയർ പ്രോ പോലെ നമുക്ക് സൂപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങൾ നോക്കി, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങൾ നോക്കി, ഈ ഹെലിക്യാം ഇങ്ങനെ വന്ന് താഴേക്ക് വരുന്നതാണ്. ഓക്കെ അല്ലേ, ഇത് നോർമൽ സ്പീഡാണ്, ശരിയല്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, കീ ഫ്രെയിമിൽ ഇപ്പോൾ എനിക്കൊരു ഇവിടെ ഒരു സൂം വേണമെന്ന് വിചാരിക്കുക. അതായത് എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ സൂം ആവണം. ഓൾറെഡി സൂം ആവുന്നുണ്ട്, ഒന്ന് അഡീഷണൽ ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി എനിക്ക് സൂം ആവണമെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഡോട്ട് ഇടുന്നു. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഒരു ഇത്തിരി നീക്കിയിട്ട് ഇത്ര നീക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സൂം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾ നോക്കി, അന്ന് പ്ലേ ചെയ്താൽ പെട്ടെന്ന് കൊടുത്തുമ്പോൾ പെട്ടെന്നൊരു സൂം കൂടുന്നു, കഴിയുമ്പോൾ സ്ലോ ആവുന്നു. കണ്ടോ, ബട്ട് നമുക്കൊരു ഊഹം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാം. അത് ഇവിടെ ഒരു ചിഹ്നം വരുമായിരുന്നു, ഏകദേശം ഇതേപോലെ ചിഹ്നം ഇവിടെ വരുമായിരുന്നു. അത് ഇവിടുത്തെ കാണുന്നില്ല. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനാൽ കണ്ടോ, റീടൈം കൺട്രോൾ മാത്രമേ ഉള്ളൂ, റിട്ടേൺ കർവില്ല. അപ്പോൾ കർവ് അവരെന്ത് ചെയ്തു, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർ പ്രീമിയർ പ്രോ പോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ മേളിൽ നോക്കി കീ ഫ്രെയിംസ് കണ്ടോ, ക്ലിക്ക് ചെയ്തതിനാൽ കണ്ടോ അതിൻ്റെ പാരാമീറ്റേഴ്സ് കിട്ടി. അതായത് നമ്മളിപ്പോൾ ഇട്ട കീ ഫ്രെയിമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, സൂമിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ സൂമിൻ്റെ പാരാമീറ്റേഴ്സ് ഇവിടെ ഉണ്ട്, ശരിയല്ലേ. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ടൈം ലൈനിലോട്ട് എന്ത് ചെയ്യാം, ഈ പാരാമീറ്റേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഇവിടെ നോക്കി കണ്ടില്ലേ, ഷോ കീ ഫ്രെയിം ട്രേ ക്ലിക്ക് ചെയ്തതിനാൽ താഴെ വരും. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചിങ്ങനെ വേണമെങ്കിൽ ഡ്രാഗ് ചെയ്യോ അഡ്ജസ്റ്റ് ചെയ്യോ കീ ഫ്രെയിമിൻ്റെ സ്പീഡ് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ശരിയല്ലേ. ബട്ട് നിങ്ങളിന്ന് പ്ലേ ചെയ്യുമ്പോൾ നോക്കി, പ്ലേ ആകുമ്പോൾ നോക്കി കണ്ടില്ലേ, ഒറ്റയടി അടിക്കുന്നു, പെട്ടെന്ന് പോയി നിൽക്കുന്നു. അതൊരു സുഖമുള്ള പരിപാടിയല്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് കർവ് ചെയ്ത് ബെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നോക്കി, നിങ്ങൾ ഈ ബോക്സ് കാണുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനാൽ കീ ഫ്രെയിം കർവ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിനാൽ നോക്കി നമ്മുടെ സൂം മോഡ് ഒന്ന് കിടപ്പുണ്ട്, കണ്ടില്ലേ, പൊസിഷൻ സൂം കണ്ട് ഇവിടെ 2 കീ ഫ്രെയിം കിടപ്പുണ്ട്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സ്മൂത്ത് ആക്കണം. അതിന് ഇതാണ് ഇന്ന്, ഇതാണ് ഔട്ട്. ഓക്കെ, നമ്മളിങ്ങനെ 2 ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിനാൽ കണ്ടില്ലേ, 2 സെലക്ട് ആയി. നിങ്ങൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടില്ലേ, ഈസ് ഇന്നും ഈസ് ഔട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കർവ് ഫീൽ വരും. നിങ്ങൾക്ക് കാണിച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കണ്ടോ, അവിടെ ചെറിയൊരു കർവ് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വലുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെക്കുകയാണ്. അത് കുറച്ചും കൂടി നീക്കി വെച്ച് കഴിഞ്ഞാൽ
കണ്ടോ ആ സൂമിൻ്റെ ആക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ട് എൻ്റെ കർവ് സ്പീഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതായത് വീഡിയോ ഇവിടെ നിന്ന് 0 വന്ന് സൂമായി ഇവിടെ 100ലേക്ക് വന്ന്, അല്ലെങ്കിൽ തൊട്ട് മുന്നേയുള്ള നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സൂമിലോട്ട് വന്ന് നിൽക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിതിനെ കയറ്റി വെച്ചാലോ കണ്ടോ സൂം കൂടുന്നു. അപ്പോൾ അതായത് ഇവിടുന്ന് 0 വന്ന് ഇങ്ങനെ പൊങ്ങി പിന്നെ പെട്ടെന്ന് കുറഞ്ഞിട്ട് ഈ ഒരു സൂമിൻ്റെ ഹൈറ്റിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം. ഞാൻ എൻ്റെ സ്പീഡ് കുറച്ച് കുറക്കുവാണ്. ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് അഡ്ജസ്റ്റ് ആവുന്നുണ്ടോ കണ്ടോ, അതിൻ്റെ ലെങ്ത് കുറയുന്നുണ്ട്, അപ്പോൾ സ്പീഡും കൂടും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, കാരണം ഇച്ചിരി ലോഡ് കൂടി ഫയലാണ്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, പ്ലേ ചെയ്തപ്പോൾ കണ്ടോ പോയിട്ട് സ്ലോ ആയി. കണ്ടോ അങ്ങനെ കീ ഫ്രെയിം ഒരു ഒഴുക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇവൻ ഇത്രയും സൂം ചെയ്ത് വെച്ചുകൊണ്ടാണ് കണ്ടില്ലേ, ഇവിടെ ഇത്രയും സൂം ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത്രയും പൊങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഞാനത് കൊണ്ടുപോയി ഇവിടെ പൊസിഷനിൽ വെച്ചിട്ട് ഞാൻ പതുക്കെ താത്തു വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര സൂം ആവുന്നുള്ളൂ, ഇവിടെ ഇത്ര ആവുന്നുള്ളൂ. ശരി, നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, കണ്ടോ അങ്ങനെ ഒരു കണ്ടില്ലേ, അങ്ങനെ ഒരു ആക്ഷൻ വരും. ആ സാധനത്തിൽ ഒരു ഒഴുക്ക് കിട്ടും നമുക്ക്. ആ വുഷ് സൗണ്ടൊക്കെ വരുമ്പോൾ, ഞാൻ ഇട്ട സൗണ്ടല്ല, ആ വുഷ് സൗണ്ടൊക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കീ ഫ്രെയിം ഇത്രത്തോളം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഷോർട്സിൻ്റെ ഒക്കെ കാലമാണല്ലോ. സോ സോഫ്റ്റ്വെയർസും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എഡിറ്റിംഗ് സ്റ്റൈലും എഡിറ്റിംഗ് രീതികളൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ഇത്ര നാൾ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു, ഈ ഒരു ആസ്പെക്റ്റിലായിരുന്നു, 60:9 എന്നുള്ള ആസ്പെക്റ്റിലായിരുന്നു. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് നമുക്കിപ്പോൾ വെർട്ടിക്കൽ വീഡിയോസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വെർട്ടിക്കൽ എഡിറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെർട്ടിക്കൽ വീഡിയോസ് ഇപ്പോൾ ഇതിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ചുമ്മാ എഡിറ്റ് ചെയ്ത് വെച്ചാൽ മുമ്പ് എഡിറ്റ് ചെയ്ത ഒരു റീല് ഞാൻ ചുമ്മാ അതിലേക്ക് വലിച്ചിട്ടാണ്, ജസ്റ്റ് ഇതിലേക്ക് വലിച്ചിട്ടപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഈ കളർ സയൻസ് ഒന്നും നോക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നോക്കിയേ കണ്ടില്ലേ, ഇതിൻ്റെ പ്രശ്നം എന്താ നോക്കിയേ, ഇവിടെ രണ്ടും ബ്ലാക്ക് ഉണ്ട്. കാരണം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശരിയല്ലേ? ബട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആസ്പെക്ട് 60:9 ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഈ വീഡിയോയുടെ ആസ്പെക്റ്റിലേക്കുള്ള റെസൊല്യൂഷൻ ഫ്രെയിമാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ വീഡിയോയിലോട്ട് വരുമ്പോൾ ഒരു പ്രശ്നമാണ്, ശരിയല്ലേ? മുമ്പ് റീൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രോബ്ലം അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. അതിനായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു പുതിയ ടൈം ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, കണ്ടോ? നിങ്ങൾ നോക്കി, ഇപ്പോൾ ഒരു വെർട്ടിക്കൽ ആസ്പെക്റ്റിലോട്ട് അത് ഷിഫ്റ്റ് ആയി, കണ്ടോ? ഞാൻ ജസ്റ്റ് ടൈം ലൈനിലേക്ക് വീഡിയോ വലിച്ചിട്ട്, ബട്ട് അത് ഫിറ്റ് ആയിട്ട് തന്നെ വന്നു. നിങ്ങൾ നോക്കി, ശരിയല്ലേ? വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നിങ്ങൾക്ക് നോക്കി, ഇവിടെ നോക്കി, നമുക്ക് അതായത് നമ്മുടെ സോഴ്സ് വിൻഡോ കാണാം, നമ്മുടെ പ്രോഗ്രാം വിൻഡോ കാണാം, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് പ്രോപ്പർ ഫിറ്റ് ആയിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് രണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം, കുറച്ച് വലുതായിട്ട് കിട്ടണ്ടേ? വലുതായിട്ട് തന്നെ അവർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ വലുതായത് എങ്ങനെ നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കി, കണ്ടില്ലേ, എക്സ്പാൻഡ് വ്യൂ, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. കണ്ടോ, ഫുള്ളായിട്ട് വലുതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അഡ്ജസ്റ്റ് ആവുന്നില്ല, മൂഞ്ചി പോട്ടെ. ഇപ്പോൾ നിങ്ങൾ നോക്കി, കണ്ടില്ലേ, ഇങ്ങനെ എക്സ്പാൻഡഡ് വ്യൂ ആയിട്ടുണ്ട്. അതായത് ഒരു പ്രീമിയർ പ്രോ ഇൻസ്പയർഡ് തന്നെയാണ്. പ്രീമിയർ പ്രോയിൽ വെർട്ടിക്കൽ വീഡിയോ എന്നൊരു പാനൽ വന്നപ്പോൾ അതിനെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വിൻഡോ ആണിത്. ഇത് വെർട്ടിക്കൽ വീഡിയോസ് ചുമ്മാ കിട്ടില്ല, നിങ്ങളത് വെർട്ടിക്കൽ ആസ്പെക്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ ടൈം ലൈൻ ഉണ്ടാക്കുമ്പോൾ ടൈം ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇനി എറർ വന്ന ടൈം ലൈൻ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടൈം ലൈൻ്റെ മേളിൽ ടൈം ലൈൻസ് ഉണ്ടാവും, ടൈം ലൈൻ സെറ്റിംഗ്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾ നോക്കി, ഫോർമാറ്റിൻ്റെ അകത്ത് കണ്ടില്ലേ, യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ, ഇതുള്ളത് കൊണ്ട് എന്തായി, ഓട്ടോമാറ്റിക്കലി ആസ്പെക്ട് റേഷ്യോ റിവേഴ്സ് ആയി, 9:16 ആയി. അപ്പോൾ എന്തായി, ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ആസ്പെക്ട് വന്നു, ശരിയല്ലേ? അതായത് ഇങ്ങനെ തിരിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ മുതലാണ് നമുക്ക് ഈ ഓപ്ഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കണ്ട പോലെ, അതായത് നമ്മുടെ ഈ ആസ്പെക്റ്റിൽ ഉള്ള പോലെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഇങ്ങനെ റീൽസ് തന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റീൽസിൽ തന്നെ പ്രോപ്പർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കി, കണ്ടില്ലേ, പ്രോപ്പറായിട്ട് സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, വെർട്ടിക്കൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാം. ഇനി ഇത് കളർ പേജിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. കാരണം കളർ ഗ്രേഡിങ്ങിലും ഈ ആസ്പെക്ട് തന്നെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കി, കണ്ടില്ലേ, കളറിങ്ങും ആ ആസ്പെക്റ്റ് തന്നെയാണ് ഉള്ളത്. സോ നമുക്ക് വലിയൊരു എന്ത് കിട്ടി, നോഡ് ട്രീ സ്പേസ് കിട്ടി. അത് നമുക്ക് എന്തായി, ആവശ്യത്തിൽ കൂടുതൽ നോഡ് വാരിട്ടിട്ട് ഗ്രേഡ് ചെയ്യാം. ബാക്കി എല്ലാ ഫീച്ചേഴ്സും അവിടെ തന്നെയുണ്ട്. നിങ്ങൾ നോക്കി, കണ്ടില്ലേ, എല്ലാം പ്രോപ്പറായിട്ട് തന്നെ അവിടെയുണ്ട്, കണ്ടില്ലേ, എല്ലാം അവിടെ തന്നെയുണ്ട്. സോ അടിപൊളി. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ബട്ട് നമ്മളൊരു എന്താ പറയുക, പ്രൊഫഷണലി ചിന്തിക്കുമ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് അതെന്താ നോക്കാം. മൾട്ടി ടെക്സ്റ്റ് എന്നാണ് എൻ്റെ പരിപാടിയുടെ പേര്. സോ നമ്മൾ ഇത്രയും ദിവസം എന്താണ്, കസ്റ്റം ടെക്സ്റ്റും നോർമൽ ടെക്സ്റ്റും ബേസിക് ടെക്സ്റ്റൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി മൾട്ടി ടെക്സ്റ്റ് എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്ത് ഞാൻ ടൈം ലൈനിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾ നോക്കി, കണ്ടില്ലേ, ടൈം ലൈനിലേക്ക് ഇട്ടു, ഞാൻ മേളിലേക്ക് കയറ്റി വെച്ചു, ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടേ വെച്ചു. നിങ്ങൾ നോക്കി, കാണുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നുമില്ല, ജസ്റ്റ് ടെക്സ്റ്റ് അല്ലേ. ബട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കി, റൈറ്റ് സൈഡിലോട്ട് അതിൻ്റെ സെറ്റിംഗ്സിലോട്ട് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കതായത് ഒരു കണ്ടെയ്നറിൽ, അതായത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടെക്സ്റ്റ് അല്ല, എത്ര ടെക്സ്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റൈലും കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ ടെക്സ്റ്റ് എന്നുള്ള സംഭവം ഞാൻ കൊടുക്കുന്നത് ഡാവിഞ്ചി റിസോൾവ് എന്ന് കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ എൻ്റെ ടൈറ്റിൽ എന്താണ്? ഇതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഡാവിഞ്ചി റിസോൾവ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ഞാൻ അതൊന്ന് പൊസിഷൻ ചെയ്യാൻ പോകണം. ഓക്കെ, ഞാൻ എൻ്റെ ലേ ഔട്ടിൽ വന്നിട്ട് നിങ്ങൾ നോക്കി ഇവിടെ കണ്ടില്ലേ, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓക്കെ, സൈസ് ചെയ്യാം, കണ്ടില്ലേ, എൻ്റെ പൊസിഷൻസ് മാറ്റാം, എൻ്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ ചെയ്യാം, കണ്ടില്ലേ. ഞാനിപ്പോൾ ടൈറ്റിലൂടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഞാൻ ടെക്സ്റ്റിലോട് തിരിച്ചു വന്നു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫ് അതിനെപ്പറ്റി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു ടെക്സ്റ്റ് കൊടുക്കാൻ പോകും സെയിം കണ്ടെയ്നറിൽ. അപ്പോൾ നോക്കി ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അതിൽ നിങ്ങൾ നോക്കി 2-3 ഓപ്ഷൻസ് ഉള്ള പോയിന്റ് ലേ ഔട്ട് അല്ലേ, ടെക്സ്റ്റ് ബോക്സ് ലേ ഔട്ട്, സർക്കിൾ ലേ ഔട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോക്സ് ടൈപ്പ് ആണ് വേണമെങ്കിൽ, അതായത് ഇവിടെ ഒരു പാരഗ്രാഫ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ടാണ് വേണമെങ്കിൽ, അതിനെ റൊട്ടേറ്റ് ചെയ്ത് റൗണ്ട് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർച്ച് പോലെയാണ് വേണ്ടതെങ്കിൽ ആർച്ച് പോലെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബോക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ മേളിൽ കണ്ടില്ലേ ടെക്സ്റ്റ് ആഡ് ആയി. ഫസ്റ്റത്തെ ടെക്സ്റ്റ്, മേളിലെ ടെക്സ്റ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പാരഗ്രാഫിന് ആഡ് ചെയ്യണം. വെറുതെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു, കണ്ടില്ലേ, ആ പാരഗ്രാഫായി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തു. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എവിടെയാണ്, നിങ്ങൾ നോക്കി ലേ ഔട്ടിലാണ്. കണ്ടില്ലേ, ലേ ഔട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടില്ലേ ടൈപ്പ് നോക്കി ടെക്സ്റ്റ് ബോക്സ് ആണ് എടുക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷേപ്സ് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കി ടെക്സ്റ്റ് ബോക്സ് ആണ് കിടക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്തിട്ട് പോയിന്റ് ആയി കഴിഞ്ഞാൽ കണ്ടില്ലേ നോർമലായി, നമ്മൾ നോർമൽ ഡാവിഞ്ചിയിൽ ചെയ്യുന്ന നോർമൽ സാധനമായി. സർക്കിൾ ആണെങ്കിൽ നിങ്ങൾ നോക്കി കണ്ടില്ലേ, സർക്കിളായി ഇങ്ങനത്തെ റൗണ്ടിൽ വരും. ഓക്കെ അല്ലേ? നമുക്ക് അതിൻ്റെ സെൻറ്റർ അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടില്ലേ, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, കണ്ടില്ലേ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കി പെർസ്പെക്റ്റീവ് മാറ്റാം, കണ്ടില്ലേ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബോക്സ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ സ്പേസിങ് കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തതിനാൽ കണ്ടില്ലേ ഇങ്ങനെ ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അഡീഷണൽ എല്ലാം ചെയ്തു പോകാൻ പറ്റും. ഇനി നിങ്ങൾ ആർച്ചാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം, ആർച്ച് കൊടുത്തു. കണ്ടില്ലേ, ആർച്ചിൽ എന്താണെന്ന് നോക്കി നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആർച്ച് പോലെയോ ടൈറ്റിൽ പോലെയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മൾട്ടി ടെക്സ്റ്റ്. ഈ ധൃതി പിടിക്കുന്ന ക്ലയൻസ് ഉണ്ടാവും, അപ്പോൾ അവർക്കുള്ള സാധനമാണ് അടുത്തത്, അതായത് ക്വിക്ക് എക്സ്പോർട്ട്. അതായത് ഇവിടെ കിടപ്പുണ്ട്, കണ്ടല്ലോ, ഇനി കണ്ടില്ല എന്ന് പറയുന്നത്, കണ്ടല്ലോ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇതും പ്രീമിയർ ഇൻസ്പയർഡ് ആണ്. സോ പ്രീമിയറിൽ ഓൾറെഡി സംഭവം വന്നിട്ടുണ്ട്, അതേ പൊസിഷനിൽ തന്നെ ഏതാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വിക്ക് എക്സ്പോർട്ട് എന്താ നോക്കാം. അതായത് നമ്മൾ നോർമലി എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഡെലിവറി പേജ് വന്നിട്ട് നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഇത്രയും സെറ്റിംഗ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ക്വിക്ക് എക്സ്പോർട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു റീൽ ഫോർമാറ്റിൽ അവസാനം അടിച്ചു തന്നെ, അല്ലെങ്കിൽ എനിക്ക് നോർമൽ ഇത് അടിച്ചു തന്നെ, പെട്ടെന്ന് അടിച്ചു തന്നെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കിത് സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രൊഫഷണൽ ഔട്ടിലേക്ക് വിടുന്നതിന് മുമ്പ് ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻസ് ഉള്ളത്, ഈ പുക എന്ന് പറയും, അല്ലെങ്കിൽ ആവി പിടിച്ച ക്ലയൻസ് എന്ന് പറയും. അപ്പോൾ ആവി പിടിച്ച ക്ലയൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രീസെറ്റ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ പ്രീസെറ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കിൽ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിംഗ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ക്വിക്ക് ടൈം മാറ്റിയിട്ട് നോർമൽ എന്ത് MB4 ആക്കുന്നു. ഓക്കെ, ഈ സെറ്റിംഗ്സ് ചെയ്തിട്ട് ഞാൻ എന്ത് എൻ്റെ ഗ്രാഫിക്സ് കാർഡ് കൊടുക്കുന്നു, AMD ആക്കുന്നു, ടൈം ലൈനൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ സംഭവം എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ക്ലയൻറ്റിന് വേണ്ട ഒരു സ്ഥിരം പ്രീസെറ്റ് എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മേളിൽ നോക്കി ഈ ഒരു 3 ഡോട്ട് കണ്ടില്ലേ, അഡീഷണൽ ഓപ്ഷൻസ് ആണത്. അപ്പോൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ സേവ് ആസ് ന്യൂ പ്രീസെറ്റ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നോക്കി കണ്ടോ, കുറച്ച് തംബ്നെയിൽസും തരും, പേരടിക്കാനുള്ള സ്ഥലവും തരും. അപ്പോൾ നമ്മളൊരു പേര് കൊടുക്കാൻ പോവാണ്, യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പേര് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് അവർ ചോദിക്കുന്നത് വെച്ചാൽ നമുക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഐക്കൺസ് കൊടുത്തെന്നുള്ളൂ. ഇപ്പോൾ വെർട്ടിക്കൽ വീഡിയോ ആണ്, മൊബൈൽ, ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ നമുക്ക് ഇത് കൊടുത്താൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, നമുക്കത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, ഐക്കൺ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ നോക്കി ആഡ് ടു ക്വിക്ക് എക്സ്പോർട്ട് എന്നുള്ള സംഭവം കണ്ടോ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അത് സേവ് കൊടുക്കുന്നു. അവിടെ പോയി അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ കണ്ടില്ലേ, അതിനൊരു പ്രീസെറ്റ് ആയിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എഡിറ്റിൽ പോയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കി ക്വിക്ക് എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്തതിനാൽ കണ്ടോ ഞാൻ കൊടുത്ത യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള സെറ്റിംഗ്സ് നിങ്ങൾ മാറുന്നു നോക്കിയോ, അഡീഷണൽ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, എന്നിരുന്നാലും നമുക്ക് നോക്കാം എന്ത് സംഭവിക്കണം. ഓക്കെ, അല്ലെ AMDയിലേക്ക് ഉള്ള വ്യത്യാസങ്ങൾ വന്നു, കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ക്വിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫീച്ചർ വന്നിട്ടുള്ളത് കളർ ഗ്രേഡിങ്ങിലാണ്. ആഹാ, എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവില്ല. കളർ ഗ്രേഡിംഗ് കേൾക്കുമ്പോൾ തന്നെ എന്തോ എനിക്ക് മനസ്സിലാവും, ഞാനിത് കടന്നു വന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കളർ ഗ്രേഡിങ്ങിൽ വന്നിട്ടുള്ളൊരു ഇട്ടിവെട്ട് സാധനം എന്ന് പറഞ്ഞാൽ ഇട്ടിവെട്ട് സാധനം. സോ നമുക്കതിങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിൻ്റെ പേരാണ് കണ്ടില്ലേ, കളർ വാർപ്പർ ക്രോമ വാർപ്പ്. ഓക്കെ, നിങ്ങൾ നോക്കി ഒരു വൃത്തികെട്ട ട്രയാങ്കിൾ ഷേപ്പിൽ നോക്കി ഒരു വാർപ്പ് വന്നിട്ടില്ലേ. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇവനെ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കളർ ഗ്രേഡിങ്ങിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നോക്കി വെബും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതായത് വെബ് നെറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഈ ക്രോമ വാർപ്പ് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി സിമ്പിളാക്കി, അതേപോലെ നല്ല ആക്യുറസി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി ജസ്റ്റ് ഇതിൻ്റെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഇരിക്കുന്ന എവിടെയാണ് നോക്കി, കളേഴ്സിൻ്റെ 0 ആണ്. അതായത് ഇതിപ്പോൾ 0 വാല്യൂലാണ് ഇരിക്കുക, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ 0 വാല്യൂ എന്ന് പറയുന്നത് നോക്കി
കണ്ടല്ലോ ഇവിടെയാണ്. ഓക്കെ, നമ്മളൊരു സ്പെസിഫിക് കളർ കാണിച്ചു കൊടുക്കാൻ പോകണം. ഇപ്പം എനിക്ക് ഗ്രീൻ ഒന്ന് ട്വീക്ക് ചെയ്ത് വേറെ കളറിലോട്ട് മാറ്റണം. അപ്പോൾ അതിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഗ്രീൻ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു ഗ്രീൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെയും ചെറുതായിട്ട് മാറുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടില്ലേ? കണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ ഒരു പോയിന്റ് വേണം. അപ്പോൾ ഈ ഗ്രീൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഇമേജിന്റെ ഇവിടെയാണ്. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വേറൊരു കളറിലോട്ട് മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഇട്ടിങ്ങനെ തിരിക്കും. ശരിയല്ലേ? ആണല്ലോ, ശരിയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെയാണ് കളർന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി നോക്കുന്നു, ഒരു ഊഹം വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. അതായത് ഇപ്പോൾ നമ്മളൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്, നമുക്കിത് റെഡിലോട്ടാണ് മാറ്റേണ്ടതെന്ന് വിചാരിക്കുക. ഈ സംഭവം ഇങ്ങനെ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ അതെ റെഡിലോട്ടിനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി കണ്ടല്ലോ, ഇങ്ങനെ ഷിഫ്റ്റ് ആവും. ബ്ലൂയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, കണ്ടോ? ഗ്രീനിലോട്ട് ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യണം, വൃത്തിയിട്ട് ഗ്രീൻ ആക്കണം, അല്ലെങ്കിൽ ടീയിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല, ഇങ്ങനെ തിരിച്ചാൽ മാത്രം മതി. അതല്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി ഊഹമാണ് വെച്ചെന്ന് വിചാരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റീസെറ്റ് ചെയ്തിട്ട് അടുത്ത ഓപ്ഷൻ കണ്ടോ, നോക്കി ആഡ് സ്ട്രോക്ക് പോയിന്റ് മോഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്ലിക്ക് കൊടുക്കുന്നു, കണ്ടല്ലോ? ഓക്കെ, റെഡി അല്ലേ? ഇനി ഇപ്പോൾ ഒരു പോയിന്റ് വരും. ഈ പോയിന്റ് വന്നതിന് ശേഷം നിങ്ങൾ നോക്കി കീ പോലെ സാധനം വരും. ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എനിക്ക് റെഡിലോട്ട് മാറ്റണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബ്ലൂയിലോട്ട് എടുക്കുക. ഞാൻ തൽക്കാലം ബ്ലൂയിലോട്ട് എടുക്കുക. ബ്ലൂയിലോട്ട് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നോക്കി കണ്ടോ, അപ്പോൾ നമുക്ക് പോയിന്റ് കിട്ടും. ഓക്കെ, ഈ പോയിന്റാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, നല്ല രസമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് കുറച്ച് 1-2 കാര്യങ്ങളുണ്ട്. ക്രോമയുടെ വാല്യൂസ്, അതായത് അതിൻ്റെ ടേക്കിംഗ് കാര്യങ്ങൾ, അതായത് അതിൻ്റെ എന്താ പറയുക കളറിൻ്റെ ഫാമിലിനെ ടേക്ക് ചെയ്യുന്നതിൻ്റെ റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, കുറക്കാം. അപ്പോൾ അത്രയും ഗ്രീൻസ് എടുക്കുള്ളൂ. കുറച്ചുകൂടി കൂട്ടുമ്പോൾ ഇനി മോർ ഗ്രീൻ ആയിട്ടുള്ളതൊക്കെ ഇനി എടുക്കും. കണ്ടോ, വേരിയേഷൻസ് എടുക്കും. അതിന് നമുക്ക് എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം. ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യാം. ബട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടില്ലേ കളേഴ്സിനെ മാറ്റാം. അതാണ് ക്രോമവാർത്ത്. എൻ്റെ പൊന്ന് ഡാവിഞ്ചി, ഈ അവിഹിതമൊക്കെ നടത്തുമ്പോൾ നാട്ടുകാർ അറിയാണ്ട് നടത്തണ്ടേ? ഇത്രയും സാധനങ്ങൾ അവിടെ അടിച്ചെടുത്തുന്നതൊക്കെ സമ്മതിച്ചു. ഓക്കെ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായി. അവരുടെ എന്താ പറയുക, മക്കളുടെ പിതൃത്വമൊക്കെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി വളരെ മോശമായിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി, ഞാൻ അവിടെ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ ആയിരുന്നു, കണ്ടില്ലേ? ഇത് ജസ്റ്റ് ടൈം ലൈനിലേക്ക് വലിച്ചിടുന്നു, കണ്ടല്ലോ? വലിച്ചിട്ടു. ബട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അതൊരു സിംഗിൾ ക്ലിപ്പായിട്ട് അവിടെ കിടപ്പുണ്ട്. ശരിയല്ലേ? ഇതിലിപ്പോൾ എന്താ പ്രത്യേകത? ഇതിലിപ്പോൾ വലിച്ചിടാലോ. ഇതുകൊണ്ട് എന്താ ഗുണം? PSTയുടെ ഗുണം എന്താണ്? നമുക്കത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഒറ്റ കാര്യമാണ്. ബട്ട് ഇവിടെ ഇതിപ്പോൾ ഒരു നോർമൽ JPG പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്താ പ്രത്യേകത? അതിലല്ല പ്രത്യേകത. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ പോകണം. ഓക്കെ ഗൈസ്, നിങ്ങൾ നോക്കി ജസ്റ്റ് ഇതിൻ്റെ മേളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് PSD ലെയേഴ്സ് ഇൻ പ്ലേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ PSTയിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും സ്പ്ലിറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഞാനിപ്പോൾ ഈ ഡാവിഞ്ചിയുടെ ഈ ലോഗോ ഞാനിത് ഈ ട്രാക്ക് ഡിസേബിൾ ചെയ്യണം, കണ്ടോ? പോയി. പ്രീമിയർ ഡിസേബിൾ ചെയ്തു, അതും പോയി, കണ്ടോ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കീ ഫ്രെയിം കൊടുക്കുകയോ അനിമേറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നിങ്ങൾ ലോഗോ ഒക്കെ PSTയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഇനി ആഫ്റ്റർ എഫക്ട്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കി, നമ്മുടെ മാജിക് മാസ്ക് ആണ്. സംഭവം ഓൾറെഡി ഇതിനകത്തുള്ളതാണ്. ബട്ട് ഇതിലിപ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിക്കണ്ടോ? ഓൾറെഡി 19 സംഭവം ഉണ്ടല്ലോ. ഇതിലിപ്പോൾ എന്താ വലിയ സംഭവം, അല്ലെങ്കിൽ 18 ഇത് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമായിരിക്കും. ബട്ട് ഇതിപ്പോൾ AI മാജിക് മാസ്ക് ആണ്. സോ നമുക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, പണ്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളിങ്ങനെ ഒബ്ജക്റ്റിനെ ഡ്രാഗ് ചെയ്യുമായിരുന്നു. ശരിയല്ലേ? ബട്ട് ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഒരു സ്പെസിഫിക് ഏരിയ കാണിച്ചു കൊടുത്താൽ അത് തന്നെ ഡിറ്റക്ട് ചെയ്യും. ഓ, ഇതാണ് ഉദ്ദേശിച്ചത്, അതാണ് ഉദ്ദേശിച്ചതെന്ന് അതിനറിയാൻ പറ്റും. ഇപ്പം എനിക്ക് വാട്ടർഫോൾ ആണ് വേണ്ടതെന്ന് വിചാരിക്കുക, എനിക്കത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് എൻ്റെ മേളിൽ കൊണ്ടൊരു ടിക്ക് കൊടുത്തിട്ട് മതി. കണ്ടോ? ഇങ്ങനെ ഒരു ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ, അതവിടെ ട്രാക്ക് ആയിട്ടുണ്ടാവും. കണ്ടോ? ഇപ്പോൾ ട്രാക്കായി. കണ്ടല്ലോ? എനിക്കിപ്പോൾ ഇതും കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, അത് ടിക്ക് കിട്ടും. ഇപ്പോൾ അതും കയറി വരും. കണ്ടോ? ഇപ്പോൾ എന്തായി, ഇത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടി. സോ മാജിക് മാസ്ക് എത്രത്തോളം അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ട്രാക്ക് കൊടുത്താൽ മതി. ട്രാക്കിങ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ഓഫ് ആക്കിയിട്ട് ഇപ്പോൾ സെലക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാൻ കുറച്ച് വന്നിട്ട് എക്സ്പോഷർ കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാൻ അതെ കട്ട് ചെയ്യുന്നു, കൂട്ടുന്നു, കുറക്കുന്നു. കണ്ടില്ലേ? അതിൻ്റെ എഡ്ജസ് ഒന്നും സോഫ്റ്റ് ആക്കിയിട്ടില്ല. ആ സോഫ്റ്റ് ആക്കിയാൽ കുറച്ചും കൂടി നീറ്റ് ആവും. കണ്ടോ? അത് സെപ്പറേറ്റ് ട്രാക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത് വന്നിരിക്കുന്നത് എഡിറ്റ് പേജിലാണ്. അതായത് മ്യൂസിക് എഡിറ്റർ എന്ന് പറയും. അതായത് ഇതും പ്രീമിയർ പ്രോ തന്നെയാണ്. പ്രീമിയർ പ്രോയിലെ റീമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിം ചെയ്യാൻ പറ്റും. അതായത് അതിനകത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇതിൽ ഡ്രാഗിങ് അല്ല, നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട ലെങ്ത് കണ്ടോ, ഇപ്പോൾ ഇവിടെ 3 മിനിറ്റും 5 സെക്കൻഡാണ് ഉള്ളത്. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ അത് വേണ്ട, 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റാണ് വേണ്ട എന്നുള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഒരു 1 മിനിറ്റ് സെലക്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ജസ്റ്റ് അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ കണ്ടില്ലേ, ഇനിഷ്യലൈസിങ് വരും, അനലൈസിങ് ക്ലിപ്പ് വരും. കണ്ടില്ലേ? സിമ്പിളായിട്ട് നോക്കി സ്പീഡ് അഡ്ജസ്റ്റ് ആവുന്നതാണ്ടോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
കണ്ടില്ലേ ട്രിമ്മായി. സോ ഇത്ര ഉണ്ടായിരുന്ന ക്ലിപ്പിനെ നമ്മൾ എന്ത് ചെയ്തു ഇത്രയാക്കി. സോ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തിന്റെ എത്രയാണെന്ന് വെച്ചിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ട്രിം ചെയ്യാൻ പറ്റും. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും, കാരണം അത് ബീറ്റിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഫേഡ് ഔട്ട് കൊടുത്ത് ട്രിം ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിറ്റിന്റെ റീലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപകാരപ്പെടും. ലാസ്റ്റ് നോട്ട് ദ ലീസ്റ്റ്, അതായത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മിക്കവരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, വിൻഡോസ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 വലിയൊരു അപ്ഡേറ്റ് ആണിത്. സോ നിങ്ങളത് മിസ് ചെയ്യരുത്, ഇതും കൂടി നിങ്ങൾ കാണാം. ഇതുവരെ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, ബട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ആപ്പിൾ യൂസേഴ്സിന് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ വിൻഡോസ് യൂസേഴ്സിനും ഈ സംഭവം ഉണ്ട്. നിങ്ങൾ നോക്കി, നമുക്കിതിനകത്ത് ജസ്റ്റ് ക്യുക്ക് ടൈം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ക്യുക്ക് ടൈമിൽ H264 MOV കിട്ടുമായിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ H264 ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ആപ്പിൾ യൂസേഴ്സിന് മാത്രം കിട്ടിക്കൊണ്ടിരുന്നൊരു പരിപാടി ഉണ്ട് ഇതിനകത്ത്, ആപ്പിൾ പ്രോറസ്. പണ്ട് DNX HD DNX HR മാത്രമാണ് നമുക്കുള്ള ഏക ഹൈ എൻഡ് സാധനം. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒട്ടുക്കത്തെ സൈസും ഒട്ടുക്കത്തെ ബ്ലാക്ക് ക്ലിപ്പിങ്ങും ആണ്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് ഒന്നും ആയിരിക്കില്ല ഈ രണ്ട് ഫോർമാറ്റിൽ ഔട്ട് വിട്ടാൽ. പിന്നെ അതിനല്ല OTT പ്ലാറ്റ്ഫോംസ് യൂട്യൂബ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ആപ്പിൾ പ്രോറസ് ആണ്. സോ നമുക്ക് ആപ്പിൾ പ്രോറസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ആപ്പിൾ പ്രോറസ് 422 422 HQ 422 LT പ്രോക്സി 444 XQ. സോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. സോ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായി വരുന്നവരെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കളർ ഗ്രേഡിങ്, നെക്സ്റ്റ് ഒരു എഡിറ്റിംഗ് എല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.